കുർബാന ഏകീകരണത്തിൽ സിനഡിന്റെ പുതിയ നിർദ്ദേശവും തള്ളി. ആഴ്ചയിൽ ഒരു ദിവസവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഏകീകൃത കുർബാന എന്നതായിരുന്നു നിർദ്ദേശം. അതേസമയം പുതിയ സർക്കുലർ അവ്യക്തമെന്ന് ആണ് അൽമായ മുന്നേറ്റം പറയുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഏറെ വൈകി സിറോ മലബാർ സഭാ സിനഡ് പുറത്തിറക്കിയ സിനഡാനന്തര സർക്കുലർ, ആ സർക്കുലറിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ടും ആ സർക്കുലറിന്റെ ഭാഷ കൊണ്ടും തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികളും തള്ളിക്കളയുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചർച്ചകളിൽ സമവായത്തിന് വേണ്ടി നടത്തിയ വൈദികരുടെയും മെത്രാന്മാരുടെയും നിലപാടുകളെ മുഴുവൻ തള്ളിക്കൊണ്ട് സിനഡിന്റെ ചില അജണ്ടകൾ വളഞ്ഞ വഴിയിലൂടെ എറണാകുളത്ത് നടപ്പാക്കാനുള്ള നീക്കം മാത്രമാണ് ഈ സർക്കുലറിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബിന വിശദാംശങ്ങൾ. കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയാണ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ ഒരു സർക്കുലർ പുറത്തിറങ്ങിയത്. ഇതനുസരിച്ച് സിനഡിന്റെ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന ചില നിർദ്ദേശങ്ങളിൽ ഇളവുമായാണ് പുതിയ സർക്കുലർ പുറത്തിറങ്ങിയത്. അതായത് ജൂലൈ 3 ശേഷം എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ഉത്തരവിനൊരു ഇളവാണ് ഇന്നലെ രാത്രി പുറത്തിറക്കിയ സർക്കുലറിലുള്ളത്. ജൂലൈ 3 ശേഷം എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുർബാന, ഏകീകൃത കുർബാന മതിയെന്ന ഒരു ഇളവിലേക്കാണ് അത് എത്തിയത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും തിരുനാളുകളിലും ഏകീകൃത കുർബാന വേണമെന്ന ആയിരുന്നു പുതിയ സർക്കുലറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സിനഡിന്റെ ഈ പുതിയ നിർദ്ദേശവും അൽമായ മുന്നേറ്റവും വൈദിക സമിതിയും തള്ളുകയാണ് ഉണ്ടായത്. ആഴ്ചയിൽ ഒരു ദിവസവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഏകീകൃത കുർബാന എന്ന നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് സിനഡിന്റെ അജണ്ടകൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് അൽമായ മുന്നേറ്റം അംഗീകരിക്കില്ല എന്നാണ് അവർ വീണ്ടും പ്രഖ്യാപിക്കുന്നത്. പഴയ സർക്കുലർ പിൻവലിക്കണമെന്നൊരാവശ്യം അൽമായ മുന്നേറ്റം മുന്നോട്ട് വെച്ചിരുന്നു. അതും നടപ്പാക്കിയില്ല. പുതിയ സർക്കുലർ അവ്യക്തമാണെന്നും അൽമായ മുന്നേറ്റം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയിൽ ഇന്നലെ രാത്രി പുറത്തിറക്കിയ സർക്കുലറിനെ പൂർണ്ണമായും അൽമായ മുന്നേറ്റവും ഒപ്പം തന്നെ വൈദിക സമിതിയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിനഡിലാണ് പ്രശ്നപരിഹാരത്തിന് പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചത്. 2 സിനഡ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹരിക്കുന്നതിനായി ഇതിനോടകം ചേർന്നു കഴിഞ്ഞു. ഈ 2 സിനഡിലും കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഔദ്യോഗിക വിഭാഗം ഇപ്പോഴും ഏകീകൃത കുർബാന എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ വിമത വിഭാഗം അല്ലെങ്കിൽ അൽമായ മുന്നേറ്റം അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ്. ശരി, ബിനറാണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.